മധുസാറ് ആദ്യത്തെ സംവിധാനം ചെയ്ത ചിത്രം പ്രിയ, അത് കഴിഞ്ഞ് അത് വൻ സക്സസ് ആയിരുന്നു. അതിൻ്റെ ആ വിജയം, അതിൻ്റെ ഒരു ആത്മവിശ്വാസം, സന്തോഷം ഇതൊക്കെ ആയിട്ട് വീണ്ടും പടങ്ങൾ ചെയ്യാനായിട്ട്, സംവിധാനം ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ രണ്ടാമതായിട്ട് അദ്ദേഹം ചെയ്ത പടമാണ് സിന്ദൂരച്ചെപ്പ്. ആ പടത്തിൻ്റെ നിർമ്മാണവും തിരക്കഥയും, കഥ, തിരക്കഥ, സംഭാഷണ, നിർമ്മാണം ഇതെല്ലാം ചെയ്ത് പ്രസിദ്ധ ഗാനരചയിതാവായിട്ടുള്ള യൂസഫ് അലി കേച്ചേരിയാണ്. അദ്ദേഹമായിരുന്നു അഞ്ജനയുടെ എന്നുള്ളായിരുന്നു എൻ്റെ ബാനർ. അഞ്ജന എന്നുള്ള ബാനറിൽ എടുത്ത സിനിമയാണ് സിന്ദൂരച്ചെപ്പ് എന്ന് പറയുന്നത്. 1971 ആ പടം വരുന്നത്. മലയാളത്തിലെ ആദ്യത്തെ ആനക്കഥ എന്ന് വേണമെങ്കിൽ പറയാം. ആന എന്ന് പറയുന്നൊരു ജീവിയുണ്ടല്ലോ, മനുഷ്യർക്ക് എത്ര കണ്ടാലും, എത്രയോ ആനകൾക്ക്, കേരളത്തിലെ എത്രയോ ആനകൾക്ക് ഫാൻസ് അസോസിയേഷൻ ഇതൊക്കെ ഉള്ളൊരു കാലമാണല്ലോ ഇത്. പണ്ടും ഇവ അസോസിയേഷനൊന്നും ഇല്ലെങ്കിലും ഓരോ ആനയെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയുന്നതും, ഇന്ന ആന അത് ഇന്ന കോവിലകത്തെയാണ്, അല്ലെ ഇന്ന മനയിലെയാണ്, ഇന്ന വീട്ടിലാണ്, ഇല്ല ഇന്ന ഡിപ്പോയിലെയാണ് എന്നും പറഞ്ഞ് കൃത്യമായിട്ട് തിരിച്ച് പറയാൻ പറ്റുന്ന കുറേ ജനങ്ങളുള്ള നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ആനയും കടലും എത്ര കണ്ടാലും നമുക്ക് മടുക്കുകയല്ലോ. കാരണം ഇതെപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, അതൊരു രസമുള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കും. അപ്പം നമ്മൾ എത്ര കണ്ടാലും മടുക്കാത്ത ഒരു ഇതാണ്. രണ്ട് വസ്തുക്കളാണ്, കടലും വേണേൽ ജീവനുള്ളതെന്ന് തന്നെ പറയാമല്ലോ, ജനിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ. അതുപോലെ തന്നെ ആനയും. അങ്ങനെ ഈ ആനയുടെ ഇതിൽ ആദ്യമായിട്ട് മലയാളത്തിലെടുത്തിരിക്കുന്ന, അത് യൂസഫ് അലി കേച്ചേരി തന്നെ എഴുതിയിരിക്കുന്ന ഒരു കഥയാണ് ഈ സിന്ദൂരച്ചെപ്പ് എന്ന് പറയുന്നത്. വളരെ രസമായിട്ടുള്ളൊരു കഥയാണ്. എനിക്കത് ഓൾമോസ്റ്റ് ആ പടം ബൈ ഹാർട്ടാണ് എന്ന് പറയാം. കാരണം ഞങ്ങൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് അന്നെങ്ങനെയെങ്കിലുമൊക്കെ ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കാണും, പിന്നെ വായനശാലയുണ്ട്, ഏറ്റവും എൻ്റെ SMSM ലൈബ്രറി എന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ പണ്ട് തുടങ്ങിയ മെമ്പേഴ്സായിട്ടുള്ള. അപ്പോൾ ഈ ലൈബ്രറിയുടെ അല്ലെങ്കിൽ അവിടുത്തെ റിക്രിയേഷൻ ക്ലബിൻ്റെ ഒക്കെ ഇതായിട്ട് എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ ധനശേഖരണാർത്ഥം എന്ന് പറഞ്ഞിട്ട്, അന്നത്തെ ഏകമാർഗം ധനശേഖരണത്തിനുള്ള അന്ന് കണ്ടിരുന്ന ഏകമാർഗം ഏതെങ്കിലും നാടകമോ സിനിമയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് സംഘടിപ്പിക്കാൻ കുറേ കൂടി എളുപ്പമുള്ളത് സിനിമയായതുകൊണ്ട് കോട്ടയത്ത് പോയി ഏതെങ്കിലും ഏറ്റുമാനൂരാണ് ഞാൻ. അപ്പോൾ കോട്ടയത്ത് ഞാനല്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളൊരു സംഘം ആൾക്കാരുണ്ട്, കുറേ കൂട്ടുകാരുണ്ട്, എല്ലാവരും കൂടി ചേർന്നാണ് കോട്ടയത്ത് പോയി ഏതെങ്കിലും ഫിലിം കമ്പനിയിൽ നിന്ന് ഒരു പടം അറേഞ്ച് ചെയ്ത് വാങ്ങിക്കുക. അപ്പോൾ അത് ഫസ്റ്റ് റൺ, ആദ്യത്തെ കുറേ ഓട്ടം കഴിഞ്ഞിട്ട്, അധികം ഓട്ടം ഇല്ലാതെ, പിന്നെ കേരളത്തിൽ ഒരുമാതിരിപ്പെട്ട സ്റ്റേഷനെല്ലാം, തിയേറ്ററുകളെല്ലാം കളിച്ച് കഴിഞ്ഞിട്ടിരിക്കുന്ന പെട്ടിയായിരിക്കും. അവരൊരു ദിവസം ഒരു നിസ്സാര വാടക ക്ലബിന് വേണ്ടിയിട്ടാണ്, വായനശാലയ്ക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുമ്പോൾ ഒരു നോമിനൽ എമൗണ്ട് അവർ ഇതിൻ്റെ ഫീസായിട്ട് വാങ്ങിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രിൻ്റ് ഒരു ദിവസത്തേക്ക് വിട്ടുതരും. അത് വലിയ ആഘോഷമായിട്ട് കൊണ്ടുവന്ന് അത് നമുക്ക് എത്ര ഷോ വേണമെങ്കിലും കളിക്കാം. മിക്കവാറും ഒരു മോർണിംഗ് ഷോ, പിന്നെ ഒരു നൂൺ ഷോ, മാറ്റിനി, ഫസ്റ്റ് ഷോ, സെക്കൻഡ് ഷോ, ഇങ്ങനെ 4-5 ഷോ ആയിരിക്കും അത് കളിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കളിച്ച ഒരു പടമായിരുന്നു. കോളേജ് എനിക്ക് തോന്നുന്നു ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്താണ് തോന്നുന്നു. ഈ പടം വന്നത് 71 പക്ഷേ ഞങ്ങൾ കളിക്കുന്നത് ആ സമയത്ത് കണ്ടിട്ടുണ്ട്. അത് കൂടാണ്ട് ഇത് കളിച്ച്, അപ്പോൾ ഇതിൻ്റെ ആൾക്കാരുടെ റിയാക്ഷൻ കാര്യങ്ങളല്ലേ, എന്തെങ്കിലും അസൗകര്യം ഉണ്ടോ ഓഡിയൻസിൻ്റെ, ഇതൊക്കെ അറിയാൻ വേണ്ടി ഞങ്ങളെപ്പോഴും ഇവിടെ അതിൻ്റെ പരിസര പ്രദേശം ഉണ്ടാകണമല്ലോ. ഈ പടത്തുള്ള താല്പര്യം കാരണം അങ്ങനെ കയറിയിരുന്ന് ഇതിൻ്റെ 5 ഷോ അടുപ്പിച്ച് കണ്ടു വരും കൂടി ചെയ്തു. കണ്ടു എന്ന് പറഞ്ഞാൽ ഒരു ശിക്ഷ പോലെയല്ല, വളരെ സന്തോഷത്തോടു കൂടി കണ്ടാണ്. വളരെ സന്തോഷത്തോടുകൂടി പറയട്ടെ, ഈ 5 പ്രാവശ്യം അടുപ്പിച്ച് കണ്ടിട്ടും ഒട്ടും ബോറടിക്കാതെ, അവസാനം വരുമ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് സീനൊന്നും കണ്ടിരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഹൃദയഭേദകമായിട്ട് അനുഭവപ്പെട്ട വളരെ ടച്ചിങ് ആയിട്ട് വന്ന പടമായിരുന്നു ഈ സിന്ദൂരച്ചെപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു കുട്ടിയാന, തീരെ കുട്ടിയല്ല, ഒരു ഇടത്തരം എന്ന് പറയാൻ പറ്റുന്ന, ഇടത്തരം ആയിട്ടില്ല, അങ്ങനത്തെ ഒരു ആനയെ ഒരു മനയിലേക്ക് വാങ്ങിച്ചിട്ട് കൊണ്ടുവരുമ്പം ആൾക്കാരെല്ലാം ഇതിൻ്റെ പുറകെ കൂടുന്നതും വളരെ സന്തോഷമായിട്ട്, പാപ്പാനായിട്ട് ശങ്കരാടിയാണ്, പാപ്പ വളരെ സന്തോഷമായിട്ട് ഈ ആനയെ മനക്കിലേക്ക് കൊണ്ടുവരുന്നതും. അപ്പോൾ ഈ പാപ്പാന് മകളുണ്ട്, ഒരു മോളുണ്ട്. അത് വളർന്നു വരുമ്പോൾ, ബേബി ശോഭയാണ് അത് ചെയ്യുന്നത്, വളർന്നു വരുമ്പോൾ ജയഭാരതിയായിട്ട് വരും. പിന്നെ അവളുടെ ഒരു കൂട്ടുകാരി, അടുത്തൊരു ലോവർ കാസ്റ്റിൽപ്പെട്ട ഒരു പെൺകുട്ടിയുണ്ട്. അത് വളർന്നു വരുമ്പോൾ രാധാമണിയാണ്. പിന്നെ അവിടെ ചായക്കട നടത്തുന്ന ഒരു മുസ്ലിം ക്യാരക്ടറുണ്ട്, പുള്ളിയുടെ മകനായിട്ട് ബഹദൂർ. അതും മാസ്റ്റർ വിജയകുമാർ ചെയ്തിരിക്കുന്ന വേഷമാണ്. ഈ കുട്ടി ആന വളരുന്നതോടൊപ്പം ഈ കുട്ടികളും വളരുന്നു. അങ്ങനെ തുടർന്ന് വരുന്ന കഥകളും ഇതൊക്കെയാണ്. അപ്പോൾ ഈ ആനയെ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ അവിടെ അമ്പലമൊക്കെ അടുത്തുള്ള ഇതായതുകൊണ്ടായിരിക്കും ഒരു ആൽത്തറയുണ്ട്. ആൽത്തറയിലിരിക്കുന്ന ഒരു അവധൂതൻ എന്നൊക്കെ പറയാൻ പറ്റുന്നില്ല, ഒരു സന്യാസി വേഷത്തിലുള്ള ഒരു കണിയാനാണ്. താടിയൊക്കെ നീട്ടി മുടിയൊക്കെ വളർത്തി പുള്ളി ചില കാര്യങ്ങളൊക്കെ പ്രവചിക്കുമെന്ന് പറഞ്ഞു. എവിടെ ഒരാൾ പാമ്പ് കടിച്ച് മരിക്കും എന്ന് പറഞ്ഞാൽ അത് അതുപോലെ സംഭവിച്ചു. അങ്ങനെ 1-2 കാര്യങ്ങൾ, പ്രവചിച്ച കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആനയും കൊണ്ട് വരുമ്പോൾ
ഇയാൾ ഈ ആനയെ സൂക്ഷിച്ച് നോക്കും. അടുത്ത ദിവസം ആനയെ ഭാരതപ്പുഴ, അവിടെ ഭാരതപ്പുഴയുടെ ഒക്കെ പശ്ചാത്തലത്തിലുള്ള പരിസര പ്രദേശത്തുള്ള ഏതോ ഗ്രാമമാണ് ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. വളരെ രസമായ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ മറ്റേ ഇല്ലിമുള്ളു കൊണ്ടുള്ള വേലികളും നാടൻ ചായക്കട, നാടൻ ചെറിയ 1-2 പീടികയൊക്കെ ഉള്ള ചെറിയ ജംഗ്ഷനുകൾ, അവിടെ ഒട്ടിച്ചിരിക്കുന്ന താഴെ പോസ്റ്ററൊക്കെ ഒട്ടിച്ചിരിക്കുന്ന ചെറിയ കടകൾ, കോളേജിലേക്ക് അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുന്ന ഹാഫ് സാരി ഉടുത്ത പാവാട ഉടുത്ത പെൺകുട്ടികൾ, ചെണ്ടമേള, ഉത്സവം, ചെറിയ അമ്പലം, ഇല്ലം, മന, അവിടുത്തെ കാര്യസ്ഥൻ, ആനയുടെ സ്വഭാവങ്ങൾ, ഇങ്ങനെയുള്ള ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ സിനിമ. അതിമനോഹരമായിട്ട് എടുത്തിരിക്കുന്നതാണ്. അങ്ങനെ ഈ ആനയെ ഒരു ദിവസം കുളിപ്പിച്ച് ഭാരതപ്പുഴയിലെ ഒരു കൈവഴി അവിടെ നിന്ന് കുളിപ്പിച്ച് കയറ്റിക്കൊണ്ട് വരുമ്പോൾ ഈ കണിയാൻ ഇതിനെ കണ്ടിട്ട് ഈ ആന 3 പേരെ കൊല്ലും, 3 ആൾക്കാരെ കൊല്ലും എന്ന് പറയുവാണ്. അതൊരു വല്ലാത്തൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല. അപ്പോൾ ആനക്കാരൻ്റെ ഈ മകള് കുട്ടിയായിട്ടിരിക്കുന്ന പെൺകുട്ടി ഇതിൻ്റെ മുകളിലുണ്ട്. ഇവളിത് കേട്ടിട്ട് പേടിച്ച് താഴെ ചാടാൻ പോകും. നീ അടങ്ങിയിരിക്കും വേണേ എന്നൊക്കെ പറഞ്ഞ് ഇതിനെ, ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് പറയുന്നില്ല. ഈ പടം യൂട്യൂബിലുള്ളത് കൊണ്ട് എല്ലാവർക്കും കാണാൻ പറ്റും. കൂടുതൽ ഞാൻ എൻ്റെ കഥയിലേക്ക് പോകുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ 1-2 പോയിന്റുകൾ പറയാം. ഇത് ഈ ഉത്സവം, ഈ വക ഇതെല്ലാം കാണിച്ചിരിക്കുന്നത്. പിന്നെ അന്നത്തെ കാലത്തുള്ള ഈ ഇടിവണ്ടി, പോലീസ് വണ്ടി, നീലനിറത്തിലുണ്ടായിരുന്ന പോലീസ് വണ്ടിയിൽ ആനയെ വെടിവെക്കാൻ വരുന്നത്. പിന്നെ അതിൽ ഈ ശങ്കരാടി അസലായിട്ട് ചെയ്തിരിക്കുന്നതാണ്. പുള്ളി കാശ് കണ്ടു കഴിയുമ്പോൾ, അതായത് ഒരു 100-ൻ്റെ പുതിയ നോട്ട്, ഫ്രഷ് നോട്ട് കണ്ടു കഴിയുമ്പോൾ ഉള്ള പുള്ളിയുടെ മുഖത്ത് വരുന്ന ആർത്തി, അതിനു വേണ്ടി, ആ പൈസയ്ക്ക് വേണ്ടി പുള്ളി എന്തും അല്ലെ സ്വന്തം ധർമ്മബോധം മറന്ന് മറ്റ് ചില കാര്യങ്ങൾ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ വളരെ ഗംഭീരമായിട്ട് ശങ്കരാടി ചെയ്തിരിക്കുകയാണ്. പിന്നെ ഈ ശങ്കരാടി ഒരു ഗായകനാണെന്നുള്ളത് തെളിയിച്ചിരിക്കുന്നുണ്ട്. അപ്പം പിന്നണി പാടുന്നതല്ല, അതിൻ്റെ അകത്ത് പുള്ളി ഇച്ചിരി മദ്യപിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്. ഈ മദ്യപിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഭാര്യയുടെ അടുക്കൽ ഒരു ഇച്ചിരി ശൃംഗാരഭാവത്തിൽ വരുന്നുണ്ട്. വരൂ നായികേ വാനിൽ വരൂ നായികേ, ആ പാട്ട് പാടിയിട്ടുണ്ട്. നല്ല താളം ഇതോടുകൂടി, താളപ്പിഴകളൊന്നും വരാതെ നല്ല ഉച്ചാരണ ശുദ്ധിയോടുകൂടി നന്നായിട്ട് ആ പാട്ട് എൻ്റെ 2 ലൈൻ പാടുന്നുണ്ട്. വളരെ രസമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അന്നത്തെ ആർട്ടിസ്റ്റുകൾക്ക് ഇത്തരം കാര്യങ്ങളിൽ വളരെ താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ അത് സ്ക്രിപ്റ്റിലൊന്നും ഉള്ളതായിരിക്കില്ല. അത് വളരെ ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നു. ഈ ആൽത്തറയിൽ താമസമാക്കിയിരിക്കുന്ന സ്ഥിരമായിട്ട് കാണുന്ന കണിയാൻ JAR ആനന്ദാണ് ആ വേഷം ചെയ്തിരിക്കുന്ന. പഴയ മലയാള സിനിമകളിലൊക്കെ മിക്കവാറും സിനിമകളിലുണ്ടായിരുന്ന ഒരു നടനാണ് JAR ആനന്ദ് എന്ന് പറയുന്നത്. ഞാൻ വിധേയൻ എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച്, അടൂരിൻ്റെ വിധേയൻ എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിലെ നായികയായിട്ട് വരുന്ന നമ്മുടെ സബിത ആനന്ദ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇയാളുടെ തൊമ്മിയുടെ ഭാര്യയായിട്ട് വരുന്ന ആ സബിതയുടെ അച്ഛൻ, ആ പടത്തിൻ്റെ കുറിച്ച് ഞാൻ എപ്പിസോഡിൽ ഈ ആനന്ദിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ആനന്ദാണ് ആ വേഷം ചെയ്തിരിക്കുന്നത്. എന്താണേലും അന്നത്തെ കാലത്തെ അന്ധവിശ്വാസമാണോ അതോ ഇനി ഇവരിങ്ങനെ അത് തന്നെ ചിന്തിച്ച് അങ്ങനെ വരുന്നതാണോ എന്താണെന്നുള്ളത് അറിയില്ല. ഈ ആന 3 പേരെ കൊല്ലും എന്ന് പറയുന്ന ആ ഒരു പ്രവചന സ്വഭാവമുള്ള ആ വാക്കുകൾ ഇതിലെ ക്യാരക്ടേഴ്സിൻ്റെ, പ്രത്യേകിച്ച് ഈ ആനക്കാരൻ്റെ മകളായിട്ടുള്ള ജയഭാരതിയിൽ ചെലുത്തുന്ന ഇമ്പാക്റ്റ്, അതാണ് ഈ പടത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതിങ്ങനെ വന്ന് നിസ്സാര സംഭവങ്ങൾക്കൊക്കെ ആൾക്കാർ പിണങ്ങുന്നതോ അല്ലെങ്കിൽ വാശിയുടെ പുറത്ത് ബന്ധങ്ങൾ വേണ്ടാന്ന് വയ്ക്കുന്നോ, സ്നേഹത്തിൻ്റെ മുമ്പിൽ അതൊന്നും പോയാൽ നഷ്ടപ്പെട്ടാൽ സാരമില്ല എന്ന് കരുതി വഴങ്ങി കൊടുക്കുന്നോ ഒക്കെ ആയിട്ടുള്ള വളരെ നന്മ നിറഞ്ഞ മനുഷ്യരുടെ സ്വഭാവങ്ങളാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത്. അതിൻ്റെ അകത്ത് ചില കാപട്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഭയങ്കര രസമുള്ള സീനുകളൊക്കെ ഉണ്ട് അതിൽ. പിന്നെ ഇതിൻ്റെ പാട്ടുകളെന്ന് പറഞ്ഞാൽ 5 പാട്ടാണ് ഉള്ളത്. യേശുദാസ് പാടുന്ന പൊന്നിൽ കുളിച്ച രാത്രി, പുളകം വിരിഞ്ഞ രാത്രി, ഈറന്നിലാവും തേന്മലർ മണവും ഇക്കിളി കൂട്ടുന്ന രാത്രി, അതൊരു പാട്ട്. പിന്നെ ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, അതൊരു പാട്ട്. പിന്നെ തണ്ണീരിൽ വിരിയും താമരപ്പൂ, അങ്ങനെ യേശുദാസ് പാടുന്ന 3 പാട്ട്. പിന്നെ മാധുരി പാടിയ തമ്പ്രാൻ തൊടുത്തതു മലരമ്പ. പിന്നെ ഒരു തമാശപ്പാട്ട്, കുട്ടികൾ വളരുന്ന സമയത്തുള്ള മണ്ടച്ചാരെ മുട്ടത്തലയിൽ കണ്ടം വയ്ക്കാറായല്ലോ. യൂസഫ് അലി കേച്ചേരി രചിച്ച് ദേവരാജ് മാസ്റ്ററാണ് എൻ്റെ സംഗീത
സംവിധാനം ചെയ്തിരിക്കുന്ന ഗംഭീര പാട്ടുകളാണ് ഈ അഞ്ചെണ്ണം. പ്രത്യേകിച്ച് പൊന്നിൽ കുളിച്ച രാത്രി, ഓമലാളെ കണ്ടു ഞാൻ എന്നൊക്കെ പറയുന്ന അന്ന് വളരെ ഹിറ്റായിരുന്ന പാട്ടുകളായിരുന്നു. അത് ഈ മധുവാണ് മെയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ഒരു ആനക്കാരനായിട്ട് വരുന്ന മധുസാറാണ് ആ പാട്ടുകൾ ഇതിൻ്റെ അകത്ത് സിനിമയിൽ പാടുന്നത്. അന്നത്തെ ഒരു നിരൂപകൻ പറഞ്ഞു, ആനക്കാരൻ പാട്ട് പാടുമോ, ഇത്രയും നല്ല പാട്ട് പാടുമോ എന്നൊക്കെ പറഞ്ഞ ഒരു നിരൂപകൻ എൻ്റെ ഒരു നിരൂപണം എഴുതിയിരുന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. സിമ്പിൾ ചോദ്യം, ആനക്കാരൻ പാട്ട് പാടിയല്ലോ കൊള്ളുകല്ലേ, ആനക്കാരന് പാട്ട് പാടാൻ പാടില്ലേ? പോട്ടെ, അത്തരം വിഷയങ്ങൾ നമ്മൾ തർക്കത്തിലേക്ക് പോകണ്ട. എന്തായാലും വളരെ സുന്ദരമായ പാട്ടുകളും ഇതൊക്കെയുള്ള പടമായിരുന്നു ഈ സിന്ദൂരച്ചെപ്പ് എന്ന് പറയുന്നത്. ഇത് 1971 വന്ന പടമെന്ന് ഞാൻ പറഞ്ഞില്ല. ഇത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഞാനൊക്കെ സിനിമ ഇൻഡസ്ട്രിയിൽ ഗായത്രി എന്നുള്ള പേരിലൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞൊരു 8-10 കൊല്ലം കഴിയുമ്പോൾ പലരുമായിട്ട് പല പല കാര്യങ്ങൾ പ്രൊഡ്യൂസേഴ്സായിട്ടൊക്കെ കഥകളെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നു, പഴയ സിനിമകളെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ സിന്ദൂരച്ചെപ്പിനെ കുറിച്ച് ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 2-3 പ്രൊഡ്യൂസേഴ്സ് പലപ്പോഴായിട്ട് ഇത് നമുക്ക് റീമേക്ക് ചെയ്താലോ എന്ന് പറഞ്ഞൊരു ഐഡിയ ഇട്ടു. ഞാൻ പറഞ്ഞു നന്നായിരിക്കും. അതിൻ്റെ അകത്ത് ഈ പടത്തിൽ എനിക്ക് തോന്നിയ ചില ഡ്രോബാക്സ് എന്ന് പറഞ്ഞ് തോന്നിയത്, ഈ ആനയും ആനക്കാരനും തമ്മിലുള്ള ബന്ധം അത് കുറച്ചുകൂടെ രസമായിട്ട്, ഈ കുട്ടികൾ വളരുന്നത് അല്ലെ കുട്ടികളുടെ വളർച്ചയ്ക്ക് മുമ്പുള്ള കുട്ടിയായിരിക്കുന്ന അവസ്ഥയിലുള്ള സീനുകളൊക്കെ കുറച്ചുകൊണ്ട് ആ ബന്ധങ്ങളെ നമ്മൾ പിന്നെ ഡെവലപ്പ് ചെയ്യാമല്ലോ, അങ്ങനെ ആക്കിക്കൊണ്ട് ആനയും ആനക്കാരനും തമ്മിലുള്ള ഒരു വളരെ ശക്തമായിട്ടുള്ള ദൃഢമായിട്ടുള്ളൊരു ബന്ധം, അതിൻ്റെ അകത്ത് നല്ല കോമഡികളും ജീവിതത്തിൽ തന്നെ നടക്കുന്ന പല ആനകളുടെയും കഥയുണ്ട്. ആനകളുടെ ആനക്കാരന്മാരും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ വളരെ രസകരമായിട്ടുള്ള ഒത്തിരി സംഭവങ്ങളുണ്ട്. അപ്പോൾ അത്തരം കഥകൾ മിക്സ് ചെയ്തുകൊണ്ട് ആനക്കാരനും തമ്മിലുള്ള ആ സ്നേഹബന്ധം അതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഒരു ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫ് ഇതിലെ സംഭവങ്ങളൊക്കെ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ റീമേക്ക് ചെയ്താലോ എന്നൊരു ഐഡിയ ഇട്ടു. എല്ലാവർക്കും ഈ പറഞ്ഞ 3 പേർക്കും താല്പര്യമായിരുന്നു. ഇവർ 3 പേര് എങ്ങനെ പറഞ്ഞ് പിരിഞ്ഞു. പക്ഷേ ഇവർ പിന്നീട് അറിയുന്ന ഇത് റീമേക്ക് ചെയ്യാനായിട്ട് സാക്ഷാൽ പ്രൊഡ്യൂസറും കഥാകൃത്തും ഒക്കെ യൂസഫ് അലി കേച്ചേരി തന്നെയാണല്ലോ. അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹം റീമേക്ക് ചെയ്യാനൊക്കെ തരാം, കുഴപ്പമൊന്നുമില്ല, പക്ഷേ എൻ്റെ സ്ക്രിപ്റ്റിൽ നിന്ന് ഒരു സീൻ പോലും മാറ്റാൻ പറ്റില്ല, ഒരു സീൻ പോലും കൂട്ടിച്ചേർക്കാനും പറ്റില്ല, ഒരു സീൻ പോലും മാറ്റാനും പറ്റില്ല, ഒരു സീൻ പോലും കൂട്ടിച്ചേർക്കാനും പറ്റില്ല എന്ന് വന്ന് പിന്നെ ആ സിനിമ അതുപോലെ പിന്നെ കണ്ടാൽ പോരെ, വേറെ ഒരു സിനിമ എടുക്കാൻ പറ്റില്ലല്ലോ. അന്ന് ഇവർ പ്ലാനിട്ടിരുന്ന മോഹൻലാലിനെ വെച്ച് ഈ സാധനം ചെയ്യണം, ഗംഭീര സക്സസ് ആകും, ഹിറ്റാകും എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു പടം, അല്ലെങ്കിൽ 3 പ്രൊഡ്യൂസർമാരുടെ മനസ്സിൽ കൂടെ, കുറഞ്ഞ പക്ഷം 3 പ്രൊഡ്യൂസർമാരുടെ മനസ്സിൽ കൂടെ പോയ ആ സ്വപ്നങ്ങളെല്ലാം, മനസ്സിൽ കണ്ട സ്വപ്നങ്ങളൊക്കെ വൃഥാവിലായിപ്പോയി. ആ പടം ഇത് നടന്നില്ല എന്നുള്ളതാണ്. ആ പടങ്ങൾ പിന്നീട് നടന്നില്ല എന്നുള്ളതാണ്. ശരി.